സ്വന്തം മകന്റെ വെന്തെരിഞ്ഞ മൃതദേഹം തിരിച്ചറിയാൻ പോകേണ്ടി വന്ന ഒരു പിതാവിന്റെ അവസ്ഥ ഏതൊരു പിതാവിനും ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കാത്ത ആ നിമിഷം. പക്ഷേ പ്രദീപിന് ആ നിമിഷം അഭിമുഖീകരിക്കേണ്ടി വന്നു. സ്വന്തം മകൻ മുൻപിൽ മരണപ്പെട്ട് കിടക്കുന്ന ആ നിമിഷം പ്രദീപിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവസാന നിമിഷം വരെയും ഇതെന്റെ മകനായിരിക്കരുതേ എന്ന് പ്രദീപ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ വിധി പ്രദീപിന്റെ പ്രാർത്ഥനയുടെയും സ്വപ്നങ്ങളുടെയും എല്ലാം ചിറകരിയുകയായിരുന്നു. മരണപ്പെട്ട ശ്രീഹരി ജീവിതം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കുടുംബത്തിന് അത്താണിയാകേണ്ടിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ, നാടിനും വീടിനും പ്രിയപ്പെട്ടവൻ. അപകട വിവരം ടിവിയിൽ അറിഞ്ഞ ഉടനെ പ്രദീപ് മകൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ശ്രീഹരി ജോലിയിൽ പ്രവേശിക്കുന്നത്. ശ്രീഹരിയുടെ പിതാവായ പ്രദീപും വർഷങ്ങളായി കുവൈറ്റിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറായ ശ്രീഹരി ഒരു ജോലി ലഭിക്കുന്നതുവരെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. അപകടം നടന്ന സ്ഥലത്തെല്ലാം പിതാവ് ശ്രീഹരിയെ തിരക്കിയെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീട് നേരെ ആശുപത്രിയിലേക്ക് തിരിച്ചു. യാത്രയിലുടനീളം മകനൊരു പോറൽ പോലും സംഭവിക്കരുതേ എന്നായിരുന്നു പ്രദീപിന്റെ മനസ്സിൽ. ഒടുവിൽ ആശുപത്രിയിൽ എത്തിയതോടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങളിൽ മകനുണ്ടോ എന്ന് തിരിച്ചറിയാനായി അധികൃതർ പ്രദീപിനെ വിളിച്ചു. നെഞ്ചു പൊട്ടുന്ന നിമിഷമായിരുന്നു അത്. അവിടെ ചെല്ലുമ്പോൾ അവന്റെ മുഖമാകെ വീർത്തും മുഖത്തിന് ചുറ്റും കരിപിടിച്ച നിലയിലുമായിരുന്നു. എനിക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഞാൻ അവരോട് പറഞ്ഞു അവന്റെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ടെന്ന്. അങ്ങനെയാണ് അവനെ തിരിച്ചറിയുന്നത്. കണ്ണു നിറഞ്ഞുകൊണ്ട് പ്രദീപ് പറഞ്ഞ വാക്കുകളാണിത്. ഒടുവിൽ മകന്റെ മരണവാർത്ത വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞതും പ്രദീപ് തന്നെയായിരുന്നു. 50 പേരുടെ ജീവൻ പൊലിഞ്ഞ ആ ദുരന്തത്തിൽ 24 മലയാളികളുടെ ജീവനാണ് നഷ്ടമായത്. അമ്മയോടും സഹോദരങ്ങളോടും യാത്ര പറഞ്ഞ് അവൻ അച്ഛന്റെ അരികിലേക്ക് പറക്കുമ്പോൾ ശ്രീഹരി ഒരിക്കലും ചിന്തിച്ചു കാണില്ല ഇത് തന്റെ അവസാന യാത്രയായിരിക്കുമെന്ന്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നന്ദി.